ഹലോ ഗീസ്, നമ്മൾ 7ാം ക്ലാസ്സിൽ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. മഞ്ജുളം ഈ കലാസൃഷ്ടിക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ ഗ്രാമസ്ത്രീകൾ കടത്തനകത്ത് മാധവി അമ്മ എഴുതിയ ഗ്രാമസ്ത്രീകൾ എന്ന കഥയിലെ ഒരു വരിയാണിത്. മഞ്ജുളം ഈ കലാസൃഷ്ടിക്ക് മുമ്പിൽ അഞ്ജലി അർപ്പിക്കുക എന്നതുള്ളൊരു വരിയായിരുന്നു. രണ്ടുമാണ് തേർഡ് ലാസ്റ്റ് വരി പോലെ അവസാനത്തിൽ നിന്ന് മൂന്നാമത്തേൽ കിടക്കുന്ന ഒരു വരിയായിരുന്നു. വിഷ്വലിനെ കുറിപ്പ് തയ്യാറാക്കുക. ആ ഒരു വരിക്ക് വിഷ്വലിനെ കുറിപ്പ് തയ്യാറാക്കുക. ഒന്ന് വിഷ്വലിനെ കുറിപ്പ് നോക്കിയാലോ. ഏതൊരു കലയും പോലെ മനോഹരമായ കൃഷി ഒരു മനോഹരമായ കലയാണ് എന്നാണ് പറയുന്നത്. മഞ്ജുളം ഈ കർഷക സ്ത്രീകൾ ആ കലാസൃഷ്ടിക്ക് മുന്നിൽ മുന്നിലാണ്. കവി കൈകൂപ്പി നിൽക്കുന്നു. കർഷക സ്ത്രീകൾ ചെയ്യുന്ന കലാസൃഷ്ടിക്ക് മുമ്പിൽ കവി കൈകൂപ്പി നിൽക്കുവാണ് എന്നാണ് പറയുന്നത്. കർഷക സ്ത്രീകൾ കലാസൃഷ്ടിയിൽ ഏർപ്പെടുന്നത് ആത്മാർത്ഥതയോടെയും ബോധത്തോടെയുമാണ്. നല്ല രീതിയിൽ ആ കല നല്ല ആത്മാർത്ഥമായിട്ടാണ് കർഷക സ്ത്രീകൾ ചെയ്യുന്നത്. അർപ്പണ വരികൾ നിരിയുമൊപ്പിച്ച് കൃഷിപ്പാട്ടും നാടൻ നടന്നതും അവരുടെ വൈഭവം കൊണ്ട് തന്നെ കൃഷി മികച്ച മനോഹരമായ കലാസൃഷ്ടിയായിട്ട് മാറുന്നു. വയലിൽ നിരനിരയായി നീല കസവ് വിരിഞ്ഞ കലാകാരികളാണ് കർഷക സ്ത്രീകൾ എന്നാണ് കവി പറയുന്നത്. വയലിലാണ് നിരനിരയായിട്ടല്ലേ കർഷക സ്ത്രീകൾ നിൽക്കുന്ന. ആ ചാപ്റ്ററിലെ മുകളിലത്തെ പടം നോക്കിയാൽ തന്നെ നിരനിരയായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്താണ് കർഷക സ്ത്രീകൾ എന്നാണ് കവി ഇവിടെ വയൽ നിരനിരയായി കർഷക വർണ്ണിക്കുന്നു. അതിനുശേഷം എന്താണ് ചേറിൽ പണിയെടുക്കുന്ന അവരുടെ വിരലുകൾ നാടിന് നന്മ നേടി കൊടുക്കുന്നു. ആ ചേറിൽ ഇങ്ങനെ പണിയെടുത്ത് നാടിന് ഭക്ഷണവും നന്മയുമൊക്കെ ആ കർഷക സ്ത്രീകൾ കൊടുക്കുന്നു എന്നാണ് ഈ കഥയിൽ പറയുന്നത്. അതൊരു കവിത പോലെയാണ് പറയുന്നത്. ഇതൊരു കവിതയാണ്. ആ കവിതയിലെ 2 വരികളിലെയാണ് അർത്ഥം. മഞ്ജുളം ഈ കലാസൃഷ്ടിക്ക് മുമ്പിൽ ഞാൻ അഞ്ജലി അർപ്പിച്ച് ഞാൻ കൈകൂപ്പി നിൽക്കുവാണ് എന്നാണ് കവി പറയുന്നത്. അപ്പം ഇത് പഠിച്ചോട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുമ്പ് ഞാനൊരു വീഡിയോ വിശ്വവിദ്യാലയത്തിൻ്റെ വിഷ്വലിനെ കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതും ഒരു വിഷ്വലിനെ കുറിപ്പാണ്. വിഷ്വലിനെ കുറിപ്പിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിശ്വവിദ്യാലയവും ഈ വരികളിലെ വിഷ്വലിനെ കുറിപ്പ് ഒന്ന് പഠിച്ചു വെച്ചേക്ക്, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്.